നിരവധി പ്രാദേശിക പ്രതിസന്ധികൾ നിലനിൽക്കുന്ന സംഘർഷ മേഖലകളാണ് പാലസ്തീൻ, ലബനൻ, സുഡാൻ തുടങ്ങിയ പ്രദേശങ്ങൾ. ആ പ്രതിസന്ധികളിലേക്ക് ട്രംപ് ഭരണകൂടം ഇടപെടുമ്പോൾ നിരവധി ചോദ്യങ്ങളാണ് അത് ഉയർത്തുന്നത്. ജോ ബൈഡന്റെ നേതൃത്വത്തിലുള്ള അമേരിക്ക സുഡാന്റെ കാര്യത്തിൽ ശ്രദ്ധ ചെലുത്തിയിരുന്നെന്ന് പറയുമ്പോഴും സുഡാനെ വിഭജിക്കാനുള്ള നീക്കങ്ങളാണ് ബൈഡൻ ഭരണകൂടം നടത്തിയിരുന്നത്. സുഡാനീസ് ആർമി ഫോഴ്സും റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സും തമ്മിലുള്ള സംഘർഷത്തിൽ ഏകപക്ഷീയമായ നിലപാട് സ്വീകരിച്ചുകൊണ്ടാണ് സുഡാനെ വിഭജിക്കാനുള്ള നീക്കം അമേരിക്ക നടത്തിയത്. സഹായങ്ങൾക്ക് പകരം ഉപദ്രവങ്ങളാണ് സുഡാൻ അമേരിക്കയിൽ നിന്ന് നേരിട്ടത്. സുഡാനിലെ അമേരിക്കയുടെ പ്രത്യേക ദൂതനായ ടോം പെരിയല്ലോ തന്റെ 8 മാസത്തെ ഭരണകാലയളവിൽ ഒരിക്കൽ പോലും അവിടേക്ക് സന്ദർശനം നടത്തിയിട്ടില്ല എന്നത് പരിഹാസ്യമാണ്. സുഡാന്റെ കാര്യത്തിൽ ഇരട്ട നയമാണ് ട്രംപ് സർക്കാർ സ്വീകരിക്കുന്നത്. ആഫ്രിക്കൻ യൂണിയൻ പോലുള്ള ബഹുമുഖ സ്ഥാപനങ്ങൾ സുഡാനിലെ സംഘർഷത്തെ അഭിസംബോധന ചെയ്യുന്നതിന് ഫലപ്രദമല്ലെന്നായിരുന്നു ട്രംപിന്റെ വീക്ഷണം. എന്നാൽ ട്രംപിന്റെ പല നയങ്ങളും ഇവരെ അനുകൂലിക്കുന്നതാണ്. ഐക്യരാഷ്ട്രസഭയിൽ നിന്നും പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം സുഡാനിലെ കലാപത്തെ പ്രത്യക്ഷത്തിൽ പിന്തുണയ്ക്കുമ്പോഴും സ്ഥിതി കൂടുതൽ സങ്കീർണമാക്കുകയാണ് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് ചെയ്തത്. എന്നാൽ ഈ റിപ്പോർട്ടുകൾക്ക് മറുപടിയായി സൗദി അറേബ്യ, ഈജിപ്ത്, ഖത്തർ എന്നിവയുൾപ്പെടെയുള്ള പ്രത്യേക രാജ്യങ്ങളുമായി സഖ്യം രൂപീകരിക്കുക എന്ന പ്രാദേശിക തന്ത്രം പരീക്ഷിച്ചുകൊണ്ട് സുഡാൻ സംഘർഷം നിയന്ത്രിക്കുന്നതിന് തങ്ങൾ ശ്രമിക്കുന്നുണ്ടെന്ന് വിശ്വസിപ്പിക്കുകയാണ് ട്രംപ് ഭരണകൂടം. അബ്രഹാം ഉടമ്പടിയുടെ അടിസ്ഥാനത്തിൽ സുഡാന്റെ പ്രതിസന്ധിയിൽ തന്ത്രപരമായ ഇടപെടലുകൾ നടത്താനാണ് ട്രംപിന്റെ തീരുമാനം. ഇസ്രയേൽ, അറബ് രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധം സുഗമമാക്കുന്നതാണ് അബ്രഹാം ഉടമ്പടി. ട്രംപിന്റെ ഇത്തരത്തിലുള്ള ഇടപെടലുകൾ അന്താരാഷ്ട്ര സമ്മർദ്ദത്തിന് ആക്കം കൂട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സുഡാനിലെ ആഭ്യന്തര സംഘർഷങ്ങൾ അവസാനിപ്പിക്കുവാനുള്ള ശ്രമങ്ങൾ നടത്തുമെന്ന് ട്രംപ് പറയുമ്പോഴും ഈ വിഷയങ്ങളിലെ അമേരിക്കൻ ഇടപെടലുകളുടെ കഴിഞ്ഞകാല ചരിത്രം നൽകുന്ന സൂചനകൾ അതിന് നേർവിപരീതമാണ്. കഴിഞ്ഞ നവംബറിൽ UN സെക്യൂരിറ്റി കൗൺസിലിൽ ബ്രിട്ടൻ സുഡാനെതിരെ ഒരു പ്രമേയം അവതരിപ്പിച്ചു. എന്നാൽ റഷ്യ വിറ്റോ ചെയ്തതിനെ തുടർന്ന് ആ പ്രമേയം പരാജയപ്പെട്ടു. സുഡാനീസ് അധികാരികളുടെ സമ്മതമില്ലാതെ സുഡാനിലേക്ക് അന്താരാഷ്ട്ര സേനയെ അവതരിപ്പിക്കാനും ഐക്യരാഷ്ട്രസഭയുടെ സെക്രട്ടറി ജനറലിന്റെ കീഴിൽ ഒരു കംപ്ലയിൻസ് മെക്കാനിസം രൂപീകരിക്കാനും ശ്രമിക്കുന്നതായിരുന്നു ആ പ്രമേയം. സിവിലിയന്മാരെ സംരക്ഷിക്കുക എന്നതിന്റെ മറവിൽ സുഡാന്റെ കാര്യങ്ങളിൽ പാശ്ചാത്യ ഇടപെടൽ ശക്തിപ്പെടുത്തുന്നതിന് ഈ കരട് പ്രമേയത്തിലൂടെ ബ്രിട്ടന് സാധിക്കും. സുഡാന്റെ നിലവിലെ പെൻ ഹോൾഡറാണ് അമേരിക്ക. 2003 സെക്യൂരിറ്റി കൗൺസിൽ പെൻ ഹോൾഡർ സമീപനം അവതരിപ്പിക്കുന്നത്. UN സുരക്ഷാ കൗൺസിലിലെ ഒരു പ്രത്യേക രാജ്യത്തിന്റെയോ സ്ഥാപനത്തിന്റെയോ പങ്കിനെ സൂചിപ്പിക്കുന്നതാണിത്. രാജ്യവുമായി ബന്ധപ്പെട്ട പ്രമേയങ്ങളുടെ കരട് തയ്യാറാക്കുന്നതിനും ചർച്ചകൾ നയിക്കുന്നതിനും ഈ പെൻ ഹോൾഡർ രാജ്യങ്ങളായിരിക്കും ഉത്തരവാദികൾ. കഴിഞ്ഞ കുറെ നാളുകളായി ഈ അവകാശം ബ്രിട്ടൻ, അമേരിക്ക എന്നിവയ്ക്ക് മാത്രമാണ് നൽകിയിട്ടുള്ളത്. അതായത് നിലവിൽ സുഡാന്റെ പെൻ ഹോൾഡർ അമേരിക്കയാണ്. എന്നാൽ ബ്രിട്ടൻ സമർപ്പിച്ച കരട് പ്രമേയത്തിന്റെ അപകടങ്ങൾ റഷ്യ തിരിച്ചറിയുകയും അതിന്റെ ഉള്ളടക്കം, ലക്ഷ്യങ്ങൾ, സ്വഭാവം എന്നിവ സെക്യൂരിറ്റി കൗൺസിൽ സെഷനിൽ ദിമിത്രി പൊളിയാൻസ്കി തുറന്നു കാട്ടുകയും ചെയ്തു. കൂടാതെ സുഡാനുമായി ബന്ധപ്പെട്ട ബ്രിട്ടന്റെ കരട് പ്രമേയം അന്താരാഷ്ട്ര ആശങ്കയുടെ മറവിൽ രാജ്യത്തിന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടാനുള്ള പാശ്ചാത്യരുടെ ചരടുവലികളാണെന്ന് റഷ്യ വിമർശിച്ചു. തന്ത്രപരമായ നേട്ടങ്ങൾക്കായി പരമാധികാര രാഷ്ട്രങ്ങളിലെ അരാജകത്വം മുതലെടുക്കാൻ ശ്രമിക്കുന്ന നിലനിൽക്കുന്ന നവകൊളോണിയൻ ചിന്താഗതി എന്നാണ് റഷ്യ ഈ നീക്കങ്ങളെ വിമർശിച്ചത്. കൗൺസിലിന്റെ സമീപനത്തിലെ വൈരുദ്ധ്യം പൊളിയാൻസ്കി ചൂണ്ടിക്കാണിച്ചു. ചില രാജ്യങ്ങൾ വെടിനിർത്തലും സുഡാനിലെ സാധാരണക്കാരുടെ സംരക്ഷണവും ആവശ്യപ്പെടുമ്പോൾ അവർ ഒരേ സമയം ഗാസ പോലുള്ള ഇടങ്ങളിലെ വംശഹത്യയെയും ആക്രമണങ്ങളെയും പ്രോത്സാഹിപ്പിക്കുകയാണ്. അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനങ്ങൾക്ക് നേരെ അവർ കണ്ണടച്ചു. ഈ ഇരട്ടത്താപ്പ് കൗൺസിലിന്റെ വിശ്വാസ്യതയെ ദുർബലപ്പെടുത്തുകയും പാശ്ചാത്യ പക്ഷാപാതങ്ങളെ ഉയർത്തിക്കാട്ടുകയും ചെയ്യുന്നുവെന്നും അദ്ദേഹം വാദിച്ചു. സുഡാനിലെ മാനുഷിക പ്രതിസന്ധിയെ ചുറ്റിപ്പറ്റിയുള്ള തിരഞ്ഞെടുത്ത വിവരണങ്ങളെയും അദ്ദേഹം ചോദ്യം ചെയ്തു. നിഷ്പക്ഷതയുടെ ആവശ്യകത അദ്ദേഹം ഊന്നിപ്പറഞ്ഞു. സുഡാന്റെ പരമാധികാരത്തെ മാനിക്കണമെന്നും ഏകപക്ഷീയമായ ആവശ്യങ്ങൾ അടിച്ചേൽപ്പിക്കുന്നതിന് പകരം സഹായ വിതരണത്തിനായി ലഭ്യമായ ചാനലുകൾ ഉപയോഗിക്കണമെന്നും അദ്ദേഹം UN ഏജൻസികളെ ഓർമ്മിപ്പിക്കുകയുണ്ടായി. ഇതിന്റെ എല്ലാം അടിസ്ഥാനത്തിൽ സുഡാനിലെ പ്രാദേശിക സംഘർഷങ്ങൾ അവസാനിപ്പിക്കാൻ ട്രംപ് ശ്രമം നടത്തുന്നുണ്ടെന്ന് പറയുമ്പോഴും സുഡാന്റെ വിഭജനം തന്നെയാണ് അമേരിക്കയുടെ ലക്ഷ്യമെന്ന് ഉറപ്പിച്ചു പറയാം. സുഡാന്റെ രാഷ്ട്രീയ ഭൂപ്രകൃതിയിൽ, പ്രത്യേകിച്ച് ദക്ഷിണ സുഡാനിലെ വിഭവങ്ങളുടെ മേൽ അമേരിക്കയ്ക്ക് നേരത്തെ തന്നെ താല്പര്യമുള്ളതാണ്. അത് അമേരിക്കയ്ക്ക് കൈപ്പിടിയിൽ ഒതുക്കണമെങ്കിൽ സുഡാന്റെ വിഭജനം അനിവാര്യമാണ്. 2005 സമഗ്ര സമാധാന ഉടമ്പടിയിൽ പ്രധാന പങ്കുവഹിച്ച രാജ്യമാണ് അമേരിക്ക.
2011 ജൂലൈ 9 ദക്ഷിണ സുഡാൻ ഒരു പരമാധികാര രാഷ്ട്രമായി മാറുന്നത് ഈ ഉടമ്പടിയിലൂടെയാണ്. അങ്ങനെ ദക്ഷിണ സുഡാനെ സ്വതന്ത്രമാക്കിയതിനു ശേഷം അവർക്കുമേൽ അധികാരം കാട്ടാനാണ് അമേരിക്ക ശ്രമിച്ചത്. ഒരിക്കൽ ആ പ്രദേശത്തെ സ്വതന്ത്രമായ ഒരു പരമാധികാര രാഷ്ട്രമാക്കാൻ പങ്കുവഹിച്ച രാജ്യം തന്നെ ഇന്നവരെ പിളർത്തുന്നതിന് വേണ്ടിയുള്ള വിദേശ നയങ്ങൾ കൈക്കൊള്ളുന്നുവെന്നുള്ളത് വലിയൊരു വിരോധാഭാസമാണ്. പക്ഷെ ആ വിരോധാഭാസം അമേരിക്കയ്ക്ക് നേരെയുള്ളതാകുമ്പോൾ അതിൽ അതിശയോക്തി ഒന്നുമില്ല.